ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ അടുത്ത് ഒരു തേർഡ് പാർട്ടി കിടന്ന് കളിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടോളുക. ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ടുള്ള സമയമൊക്കെ ആയിട്ടുണ്ടാവുക. ആൻഡ് ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഒന്നും റെസനേഷൻ സംഭവിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക. ഓക്കെ. ആൻഡ് മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതലും റെസനേഷനൊക്കെ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിറ്റേഷൻ്റെ ബൈറ്റ് വെക്കുന്നത്. സോ മെഡിറ്റേഷനൊക്കെ കണ്ടിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് വരിക.
അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. യൂണിവേഴ്സ് ഏഞ്ചൽസ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. വ്യക്തിയുടെ ഒരു തേർഡ് പാർട്ടി സാന്നിധ്യം കാണുന്നുണ്ടോ? തേർഡ് പാർട്ടി ഉണ്ടോ ഇവരുടെ വ്യക്തിയുടെ ലൈഫിൽ? മറ്റൊരു തേർഡ് പാർട്ടി ഉണ്ടോ? നിങ്ങളുടെ വ്യക്തി മറ്റൊരു കാര്യം ഭയങ്കരമായിട്ട് എയിം ചെയ്ത് ഒരു കാര്യം എയിം ചെയ്താൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിന്ന് വളരെ ഇതിലെനിക്ക് കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ ആ കാര്യം സക്സസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആൾ അതിൻ്റെ മാക്സിമം വരെ പോകും, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം ഇൻപുട്ട് ഇടും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. ആൻഡ് ആരെങ്കിലും സ്നേഹം കൊടുത്താൽ തിരിച്ച് നല്ല രീതിയിൽ അവരെ സ്നേഹിക്കാനായിട്ടും, സ്നേഹിക്കുന്നവരെ നല്ല രീതിയിൽ സ്നേഹിക്കാനും, വഞ്ചിക്കുന്നവരെ കഴുത്ത് നെരിച്ച് കൊല്ലാനും ഒക്കെ ദേഷ്യമുള്ള ആളുകളാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു നോർമൽ ഒരു സാധനം പറയില്ലേ, സ്നേഹിച്ചാൽ മുത്തിക്കൊല്ലും, ദേഷ്യം വന്നാൽ ഞെക്കിക്കൊല്ലും എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ വ്യക്തി എയിം ചെയ്യുന്നത് മറ്റൊരു എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ വ്യക്തി എയിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റെന്തോ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതെന്താന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യത്തെ ആൾ എയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് എയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ നേരെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് ഫീൽ. അതിൻ്റെ നേരെ ആൾ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ചില കാര്യങ്ങൾക്ക് ഒരു ഡബിളിങ് സിറ്റുവേഷനൊക്കെ ആ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ട്. ഇതെടുക്കണോ മറ്റതെടുക്കണോ എന്നറിയാത്തൊരു അവസ്ഥയൊക്കെ ഈ വ്യക്തി ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അത് തേർഡ് പാർട്ടി ആണോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ പറയാം അതല്ല. ഡബിളിങ് സിറ്റുവേഷൻ വന്നിട്ടുള്ളത് തേർഡ് പാർട്ടിയുടെ കാര്യത്തിലല്ല. ആൻഡ് തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ ചിന്തിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പൊട്ടത്തരാണെന്നാണ് പറയുന്നത്. കാരണം നിങ്ങളെ ആരോ വിശ്വസിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ആരോ എന്തോ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ടാവാം. മേ ബി നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ റിലേഷൻ കൂടാതെ മറ്റാരെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ടോ. നിങ്ങളൊരു ലവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻ കൂടാതെ മറ്റാരെങ്കിലും ഈ വ്യക്തിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതാണ് ഞാനിവിടെ തേർഡ് പാർട്ടി ആയിട്ട് എടുക്കുന്നത്. വേറെ തരത്തിലുള്ള തേർഡ് പാർട്ടീസ് ഉണ്ട്, അതല്ല ഞാൻ പറയുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ കാര്യത്തിൽ ചിന്തിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വെറും ഫൂളിഷ്നെസ് ആണെന്നാണ് കാണുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ വെറും പച്ച പൊട്ട തരം എന്ന് തന്നെ വേണമെങ്കിൽ കരുതാം. നമുക്കതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ തന്നെ എടുത്തു നോക്കാം. എന്തിനാ ലാസ്റ്റിക്ക് ആക്കുന്നത്, എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് ഏഞ്ചൽസ്? നമുക്കതിൻ്റെ ക്ലാരിഫിക്കേഷൻ നോക്കാം. തേർഡ് പാർട്ടി എങ്ങനെയാണ് ഇവരെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ തേർഡ് പാർട്ടി ഉണ്ടോ? ഇവർ ചിന്തിക്കുന്ന പോലെ അവർക്ക് തേർഡ് പാർട്ടി ഉണ്ടോ? എനിക്ക് നോക്കിയപ്പോൾ ഇല്ല എന്നാണ് കണ്ടത്. ഇനി എന്താണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജ് നമുക്ക് നോക്കാം. അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞിട്ടുള്ള ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ളതും ഈ പറഞ്ഞിട്ടുള്ളതുമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ വ്യക്തിനെ പറ്റിയിട്ട് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്ന് പറഞ്ഞിട്ട് 100 ആൾക്കാർ 100 തരം പറഞ്ഞുതരാം. ഒരാളും നിങ്ങളുടെ നന്മ ആഗ്രഹിച്ച് നടക്കുന്നവരായിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് നേരിട്ട് കണ്ടും കേട്ടും അറിവുമുള്ള കാര്യങ്ങളല്ലാതെ മറ്റാരെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത്ര വിശ്വസനീയമല്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കത് അവർ വന്ന് പറഞ്ഞാലും എനിക്കൊരിക്കലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളത് മനസ്സിലേക്ക് എടുക്കുമ്പം അത് കേട്ടിട്ട് വിടുക. നിങ്ങളത് മനസ്സിലേക്ക് എടുക്കണമെങ്കിൽ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണമെന്നാണ് പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ
കേട്ടിട്ട് അപ്പുറത്തെ കൂടെ വിടാനും കൂടി വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് 2 ചെവി തന്നിട്ടുള്ളതെന്ന് ഈ ഒരു കാർഡിൽ സൂചിപ്പിക്കുന്നു. സോ ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. ആ വ്യക്തി, കാരണം ഇത് ഫൂൾ കാർഡ് വന്നു കണ്ടോ, നിങ്ങളിപ്പോൾ ചിന്തിച്ച് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഫൂളിഷ്നെസ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അതിൻ്റെ മെയിൻ ഒരു കോഡ് എന്നുള്ള രീതിയിൽ തന്നെ പറയാം ലെറ്റ് ഗോ എന്നുള്ളൊരു വേർഡ്. ലെറ്റ് ഗോ ചെയ്യുക, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട സമയമായി എന്നാണ് പറയുന്നത്. ആൻഡ് നിങ്ങൾ കേട്ടിട്ടുള്ള പല കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുള്ള ഡയറക്ഷനിൽ നിന്ന് മാറിയിട്ട് ഒരു ന്യൂ ഡയറക്ഷനിലേക്ക് നിങ്ങളോട് ചിന്തിക്കാനാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഡയറക്ഷൻ മാറ്റി വയ്ക്കുക, എന്നിട്ടൊരു ന്യൂ ഡയറക്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങളപ്പോൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന വഴി തെറ്റാണ്, നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ ഓരോരുത്തർ വിശ്വസിപ്പിച്ചിട്ടുള്ള വഴി തെറ്റാണ്. സോ ഒരു ന്യൂ ഡയറക്ഷൻ തിരഞ്ഞെടുക്കുക, ആ രീതിയിൽ സഞ്ചരിക്കുക. അല്ലാതെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയെ അവിശ്വസിക്കാനോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ചൂസ് എ ന്യൂ ഡയറക്ഷൻ ആൻഡ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട. നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഓക്കെ, യു ബിലീവ്, നിങ്ങൾ വിശ്വസിച്ചോളാം. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞ അനുമാനങ്ങളും വെച്ച്, മറ്റുള്ളവർ പറഞ്ഞ ചെറിയ ചെറിയ വാലും തുമ്പും വെച്ച് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി വിലയിരുത്തുക. അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിക്കുക. എന്നോടൊരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ഇന്ന ആളാന്ന് പറയേണ്ട ആ വ്യക്തിക്ക് പണി ഉണ്ടാക്കി കൊടുക്കണം. എന്നോടൊരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടു, അത് സത്യമാണോ? അവരെന്താണ് പറയുന്നത്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അവരുടെ മാനറിസംസ്, അവരെന്തൊക്കെ ഒളിക്കാൻ ശ്രമിക്കും, ഇതൊക്കെ നോക്കി നമുക്ക് അത് വിലയിരുത്താൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നേരിട്ട് ചോദിക്കേണ്ട കാര്യങ്ങൾ നേരിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിക്ക് ഡബ്ലിങ് സിറ്റുവേഷനും വരുന്നതും, ആ വ്യക്തി ഇപ്പോൾ ഇടഞ്ഞ് അല്ലെങ്കിൽ മാറി നിൽക്കുന്നുണ്ട്, നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നുണ്ടെങ്കിലൊക്കെ ആ വ്യക്തിയുടെ എയിം വേറെയാണ്. ആ വ്യക്തി എന്തോ പ്രൊഫഷനിലോ ഫിനാൻസിലോ അവരുടെ കരിയറിലോ എന്തൊക്കെ കാര്യങ്ങൾ നേടാനായിട്ട് ആ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവർക്ക് ഡബ്ലിങ് സിറ്റുവേഷൻ. ഇതിനെ നിങ്ങളെ ഫോക്കസ് ചെയ്യണോ അതോ എൻ്റെ കരിയർ ഫോക്കസ് ചെയ്യണോ, അതാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ തേർഡ് പാർട്ടിയോ മാങ്ങാത്തോലിയോ ഒന്നുമല്ല. നിങ്ങളത് വിശ്വസിച്ചിരിക്കേണ്ട. അപ്പം അതിനാണ് ഞാൻ ഇപ്പം തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ എടുത്തത്. നമുക്ക് ബാക്കി കാർഡ്സുകൾ നോക്കാം. ഞാൻ ക്ലാരിഫിക്കേഷൻ എടുത്തത് അതുകൊണ്ടാണ്. യെസ്, 10 of Cups. നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ജേണിയിലൂടെയൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ വലിച്ചു കയറ്റി അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ജേണി ഇപ്പോൾ കുറച്ചും കൂടെ ദൂരത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ പല കാര്യങ്ങളും പല രീതിയിലും നിങ്ങൾ ചിന്തിക്കും, പല കാര്യങ്ങളും പല രീതിയിലും നിങ്ങൾ ഇതാക്കാൻ നോക്കും. കാരണം നിങ്ങൾക്കൊരു ലൈഫുള്ള, നിങ്ങൾ ആ ലൈഫിൽ നിങ്ങൾ പലതും ചിന്തിക്കും, പലതും ഇതാക്കും. അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യേണ്ടത് എന്താ? ഓൺലി പോസിറ്റീവ് സൈഡ്സ് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതൊരു വലിയൊരു തിങ്ങാണ്. നിങ്ങൾ പോസിറ്റീവ് സൈഡ് മാത്രം അട്രാക്റ്റ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾ നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യുന്നേ. അപ്പോൾ കണ്ടോ, ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു ഇവിടെയും തമ്മിൽ. നിങ്ങൾ രണ്ടുപേരും സെറ്റാവാനായിട്ടൊരു വലിയ ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പ് നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം നിങ്ങളെ മാറ്റും, എത്രത്തോളം നിങ്ങളെ ഇതാക്കും. അവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അവരവരുടെ ലൈഫിൽ അവരുടെ കരിയറിനെ എയിം ചെയ്യുന്ന പോലെ തന്നെ അവർ നിങ്ങളുടെ ലൈഫിനെ അട്രാക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഓരോന്ന് ആവശ്യമില്ലാത്ത ചിന്തകൾ വന്ന് നിങ്ങളുടെ ആ അട്രാക്ഷൻ കുറച്ചിരിക്കുകയാണ്. അട്രാക്ഷൻ കുറച്ച് നീക്കി വെച്ചിരിക്കുകയെന്നാണ് കാണുന്നത് നിങ്ങളുടെ കേസ് നോക്കുമ്പോൾ കേട്ടോ. നിങ്ങൾക്ക് ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനിരുന്നതാണ്, അതിലൊരു ഗ്യാപ്പ് വന്നു എന്ന് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, പാസ്റ്റിൽ നിങ്ങൾ മുന്നേ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, പാസ്റ്റ് ലൈഫ് ട്രോമാസാണ് നിങ്ങളിപ്പോഴേ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. പാസ്റ്റ് ലൈഫിൽ നടന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോഴും ദിനം പ്രതി ആലോചിച്ച് ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടിയോ മറ്റൊരാളോ ഒന്നും തന്നെ കാണുന്നില്ല. നിങ്ങളോട്
നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളതൊക്കെ ലെറ്റ് ഗോ ചെയ്തിട്ടൊരു ന്യൂ ഡയറക്ഷൻ തിരഞ്ഞെടുക്കുക. കരിയറോ പ്രൊഫഷനോ എന്താണോ നിങ്ങളുടെ ന്യൂ ഡയറക്ഷൻ, അത് തിരഞ്ഞെടുത്ത് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് പോകുക. ആ വ്യക്തി വരേണ്ട സമയമാകുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പക്ഷെ നിങ്ങളിപ്പോഴും ആ ട്രോമാസിൽ കഴിഞ്ഞു പോയ നാളുകൾ, എത്ര മനോഹരം കഴിഞ്ഞു പോയ കാലം, കാറ്റിനക്കരെ, ആ ഒരു സാധനം ഇട്ടിട്ടാണ് നിങ്ങളിരിക്കുന്നത്. ഇപ്പോൾ ആ സാധനം വിടുക. അത് വിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റി. അപ്പം നിങ്ങൾ വിടുക. എന്ത്? കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞുപോയ കാലം കടലിനക്കരെ. ആ സാധനം അങ്ങോട്ട് വിടുക. നിങ്ങളുടെ ലൈഫിൻ്റെ ജേണി എന്താ, പാത്ത് പിടിക്കുക, മുന്നോട്ട് പോവുക, സ്ട്രെങ്ത് ആയിട്ട് പോവുക. അല്ലാതെ കഴിഞ്ഞു പോയ കാലം എന്നും പറഞ്ഞ് പാട്ടും പാടി അവിടെ ഇരുന്ന ലെറ്റ്സ് മേക്ക് എ സീൻ. അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പോൾ സോ നിങ്ങളിരിക്കുന്ന ആ എനർജിയില്ല, പക്ഷെ ആ വ്യക്തി ഇരിക്കുന്ന എനർജിയാണ് ഞാൻ മുന്നേ പറഞ്ഞത്. സോ അവർക്കൊരു തേർഡ് പാർട്ടിയോ മറ്റ് പാർട്ടികളോ പട്ടികളോ ഒന്നും തന്നെ ഇല്ല. സോ നിങ്ങൾ കെയർ ചെയ്യേണ്ടത് എന്താ? നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ മനസ്സിലേറ്റ മുറിവുകൾ, ഈ വ്യക്തി ഏൽപ്പിച്ച മുറിവുകൾ, ഇതൊക്കെയാണ് നിങ്ങളെപ്പോഴും അങ്ങോട്ട് സ്റ്റക്കാക്കി നിർത്തുന്നത്. സോ ഗൈസ്, നിങ്ങൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഗൈസ്. ആൻഡ് യൂണിവേഴ്സിനോട് ഒട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ. സോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ യൂണിവേഴ്സ് ഇട്ട് പണി തരും. ആൻഡ് ഇവിടെ നമുക്ക് ഏഞ്ചൽസിൻ്റെ നിങ്ങൾക്കുള്ള ഒറാക്കിൾ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. അവർ മനസ്സിൽ ഇപ്പോഴും പാസ്റ്റ് ലൈഫ് ട്രോമാസ് വെച്ചുകൊണ്ടിരിക്കുക. ആ വ്യക്തി എന്താണോ, ആ വ്യക്തി കഴിഞ്ഞു പോയ കാലം എന്താണോ, നെവർ മൈൻഡ്. നിങ്ങളത് അവിടെ ഡൗൺ ചെയ്യുക. നിങ്ങളുടെ പുതിയ ലൈഫ്, പുതിയ ജീവിതം, പുതിയ പാട്ട്, ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നോട്ട് അറ്റ് ദ മൊമെൻറ്റ്. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കരുത്. നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങും, അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് പറയും, അയ്യോ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ പാസ്റ്റ് ലൈഫ് ട്രോമാസ് എന്നെ ഓടിയെത്തിക്കുന്നേ, അല്ലെങ്കിൽ ഓടിയെത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പിന്നാലെ പുറകെ പട്ടി ഓടുന്ന പോലെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ട്രോമാസ് ഇങ്ങനെ ഓടിയെത്തുന്നു എന്നൊക്കെയാണ് നിങ്ങളുടെ ചിന്ത. അത് വിട്ടുകളയുക. ഓക്കേ, അത് വിട്ടുകളയോ. ഫസ്റ്റ്ലി തന്നെ അത് വിട്ടുകളയാൻ. നെക്സ്റ്റ് പറയുന്നത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് കേൾക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് മുന്നോട്ട് പോവുക. അതാണ് ഇപ്പോൾ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എത്രമാത്രം സ്ട്രോങ് ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ചത് നിങ്ങളുടെ എനർജിയും ഈ കാണിച്ചത് അവരുടെ എനർജിയാണ്. സോ നിങ്ങൾ തമ്മിൽ ഇത്രയെങ്കിലും ഗ്യാപ്പ് ഇപ്പം ഉണ്ട്. ആ വ്യക്തി എയിം ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഫ്യൂച്ചറാണ്. ആ വ്യക്തി ആ ഫ്യൂച്ചർ എയിം ചെയ്തെങ്കിൽ മാത്രമേ ഭാവിയിൽ നിങ്ങളെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് കൊണ്ട് വീട്ടിലിരുത്താൻ പറ്റുള്ളൂ, അല്ലേ? അതിപ്പോൾ ആണായാലും പെണ്ണായാലും രണ്ടു പേർക്കും ജോലി ഉണ്ടെങ്കിൽ അത് ബെറ്ററാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നമ്മുടെ 3 ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തിനാന്ന് വെച്ചാൽ അതങ്ങനെ ചെയ്യുന്ന വഴി കൂടുതൽ റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റീവായിട്ട് വരുമ്പോൾ മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലവറിൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, പ്രയറിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.